ഇന്നലെയായിരുന്നു ഫാദേഴ്സ് ഡേ. ഇന്ന് കാതികയിൽ നമുക്ക് ഒരു അച്ഛനെക്കുറിച്ചുള്ള കഥ കേട്ടു നോക്കാം. എല്ലാ കൂട്ടുകാർക്കും കാതികയിലേക്ക് വീണ്ടും സ്വാഗതം. മീനുക്കുട്ടി ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛൻ വരാനായി നോക്കിയിരിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരം അത്താഴത്തിന് ദോശയായിരുന്നു മീനുക്കുട്ടി കഴിച്ചത്. മീനുക്കുട്ടി വരാന്തയിൽ അച്ഛനെ നോക്കിയിരിക്കുമ്പോൾ അമ്മ അടുക്കളയിൽ പാത്രമൊക്കെ കഴുകുകയായിരുന്നു. അച്ഛൻ പതിവിലേറെ വൈകിയിരുന്നു. മീനുക്കുട്ടിക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. മീനുക്കുട്ടി കസേരയിൽ ചെരിഞ്ഞു കിടന്ന് മയങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് അച്ഛൻ കയറി വന്നത്. മീനുക്കുട്ടിക്ക് സന്തോഷമായി. ഓടിച്ചെന്ന് അച്ഛൻ്റെ കൈ പിടിച്ചു. അച്ഛൻ മീനുക്കുട്ടിയെ എടുത്തു. രണ്ടുപേരും കൂടി നടന്ന് മുറിക്കകത്തേക്ക് കയറി ചെന്നു. അച്ഛൻ ബാഗ് താഴെ വെച്ച് മീനുക്കുട്ടിയെ കസേരയിലിരുത്തി. ഞാനൊന്ന് കൈയും കാലും കഴുകിയിട്ട് വരാം, അച്ഛൻ പറഞ്ഞു. മീനുക്കുട്ടിക്ക് ഉറക്കം വന്നു തോന്നുന്നു. മീനുക്കുട്ടി തലയാട്ടി. അമ്മ എന്തിയേ? അമ്മ അടുക്കളയിലാ, മീനുക്കുട്ടി പറഞ്ഞു. അച്ഛൻ മുറിക്കകത്തേക്ക് ചെന്നു. മീനുക്കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മേ വാ ഉറങ്ങാം. അമ്മ അടുക്കളയിൽ നിന്ന് വന്നു. മീനുക്കുട്ടിയെ വിളിച്ച് ഉറങ്ങാൻ പോയി. അച്ഛൻ വന്നപ്പോഴേക്കും മീനുക്കുട്ടി ഉറങ്ങാനായി പോയിരുന്നു. അച്ഛൻ മേശപ്പുറത്തുണ്ടായിരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ മേശപ്പുറത്തുണ്ടായിരുന്ന 2 ദോശ അച്ഛൻ പ്ലേറ്റിലേക്കിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മീനുക്കുട്ടി ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഗുഡ് നൈറ്റ്, ഞാൻ പോവുകയാണ്. അച്ഛൻ ചിരിച്ചുകൊണ്ട് മീനുക്കുട്ടിയോട് പറഞ്ഞു, ഗുഡ് നൈറ്റ്. മീനുക്കുട്ടി അച്ഛൻ കഴിക്കുന്നത് നോക്കി. ബാക്കിയുണ്ടായിരുന്ന 2 ദോശ കരിഞ്ഞ ദോശകളായിരുന്നു. എങ്കിലും അച്ഛൻ അത് സന്തോഷത്തോടെ കഴിക്കുന്നത് മീനുക്കുട്ടി കണ്ടു. മീനുക്കുട്ടി ഒന്നും മിണ്ടാതെ ഉറങ്ങാനായി പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ മീനുക്കുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അച്ഛാ ഒരു കാര്യം. അച്ഛൻ മീനുക്കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ മീനുക്കുട്ടി, പറയൂ. മീനുക്കുട്ടി ചോദിച്ചു, അച്ഛാ ഇന്നലെ വൈകുന്നേരം അച്ഛനെ തന്ന ദോശ കരിഞ്ഞ ദോശയായിരുന്നില്ലേ? അത് എനിക്ക് തന്നതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടേയില്ല. ഞാൻ അമ്മയോട് വഴക്കുണ്ടാക്കി. അച്ഛൻ മീനുക്കുട്ടി നോക്കി ചിരിച്ചു. അതിനെന്താ ദോശയ്ക്ക് കുഴപ്പം? എനിക്ക് കരിഞ്ഞ ദോശ ഇഷ്ടമേ അല്ല. അച്ഛൻ മീനുക്കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ദോശ അമ്മ ഉണ്ടാക്കിയപ്പോൾ കരിഞ്ഞതോ അല്ലയോ എന്നല്ല, അമ്മ അത് ഉണ്ടാക്കാനായി ഇട്ട ബുദ്ധിമുട്ടാണ് നമുക്ക് ആലോചിക്കേണ്ടത്. എത്ര ബുദ്ധിമുട്ടിയാണ് ആ ദോശ അമ്മ ഉണ്ടാക്കിയത്. അമ്മ രാവിലെ ഓഫീസിൽ പോയിട്ട് ക്ഷീണിച്ചല്ലേ വൈകുന്നേരം വരുന്നത്. എന്നിട്ട് ഉള്ള സമയത്താണ് അമ്മ മാവെടുത്ത് ദോശ ഉണ്ടാക്കുന്നത്. അതിൽ 1-2 ദോശ കരിഞ്ഞു പോയാൽ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? മീനുക്കുട്ടി അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. ഞാൻ ആ ദോശ കഴിക്കാതെ അമ്മയോട് കഴിക്കുന്നില്ല, എനിക്കിത് വേണ്ട എന്ന് പറയുകയായിരുന്നെങ്കിൽ അമ്മ ആ രാത്രിയിൽ വീണ്ടും എഴുന്നേറ്റ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വന്നേനെ. ആ ദോശ കരിഞ്ഞതാണെന്ന് അമ്മയ്ക്കും അറിയാം. ഞാൻ അത് സന്തോഷമായി കഴിക്കുകയും ചെയ്തു. അതറിയുമ്പോൾ നിന്റെ അമ്മയ്ക്കും സന്തോഷമാകും. ഇങ്ങനെയല്ലേ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞ് ഇല്ലായ്മ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മീനുക്കുട്ടിയും ഇനി മുതൽ അധികം വാശി പിടിക്കരുത്. നമ്മളാൽ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്തു നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടി വരും. മീനുക്കുട്ടിക്ക് അച്ഛൻ പറഞ്ഞത് മനസ്സിലായി. പിന്നീട് ഒരിക്കലും മീനുക്കുട്ടി ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഭക്ഷണം വേണ്ട എന്ന് പറയുന്നത് അമ്മയെ വിഷമിപ്പിക്കുന്നതാണെന്ന് മീനുക്കുട്ടിക്ക് മനസ്സിലായി. കൂട്ടുകാർ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എപ്പോഴെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ദോശ വേണ്ട, എനിക്ക് ചമ്മന്തി വേണ്ട, എനിക്ക് ചോറ് ഇഷ്ടമല്ല, എനിക്കത് വേണം, ഇത് വേണം. ഇങ്ങനെ ഓരോ കാര്യം അമ്മയോട് പറയുമ്പോഴും നിങ്ങൾ ഓർക്കണം, ആ ഭക്ഷണം ഉണ്ടാക്കാൻ അമ്മ എത്ര ബുദ്ധിമുട്ടിയിരിക്കുന്നു. മറ്റൊരു കഥയുമായി കാതിക മറ്റൊരു ദിവസം. നന്ദി, നമസ്കാരം.